അങ്ങനെ പറയാനും മാത്രമൊന്നുമില്ല. ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ പൊരുത്തക്കേടുകളായിരുന്നു. പിന്നെ അത് കൂടി വന്നു. ഇപ്പതാ ഡിവോഴ്സും കാത്തിരിക്കുന്നു. ഒക്കെ വിശദമായിട്ട് പിന്നെ പറയാം. പക്ഷേ എനിക്ക് ജയനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ജയ, നമുക്ക് ജീവിതത്തിൽ വേണ്ടത് എന്താ? സമാധാനവും സന്തോഷവും. അതിനെന്താ സംശയം? നമുക്ക് വേദന മാത്രം തരുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നതല്ലേ നല്ലത്? ഞാൻ പറഞ്ഞു വരുന്നത് അരുന്ധതിയെക്കുറിച്ച്. എന്തായാലും അവർക്ക് ജയനെ വേണ്ട. കാരണം എന്തോ ആവട്ടെ, വേണ്ട എന്നുള്ളതാ സത്യം. അപ്പൊ പിന്നെ അവർക്ക് ഡിവോഴ്സ് നൽകുന്നതല്ലേ നല്ലത്? അങ്ങനെ ഡിവോഴ്സ് നൽകിയ പിന്നെ എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആര് പറയും? അതവള് പറയണ്ടേ? ഒന്ന് ചുമ്മാതിരിക്കുക ചെയ്യാ. ചില ചോദ്യങ്ങൾ അങ്ങനെയാ, അതിന് ഉത്തരം ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഉത്തരം കിട്ടിയിട്ട് ഇനി എന്തോ ചെയ്യാനാ? ജയ, അരുന്ധതി അവരുടെ വഴിക്ക് വിട്ടേക്ക്. എനിക്കത് ആലോചിക്കണം. ആലോചിച്ചോ? പക്ഷേ അരുന്ധതി പറയുന്ന ഉത്തരങ്ങൾ ജീവിതകാലം മുഴുവൻ ജയന്റെ സമാധാനം കെടുത്തുന്നാണെങ്കിലോ? അത് വേണോ ജയ? എന്റെ ചേച്ചി അവരിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ പെണ്ണ് ചേച്ചിയുടെ ഉടുപ്പായിട്ടിരിക്കുന്നത്. ഇതിനു മാത്രം ഇവര് തമ്മിൽ എന്താ ഇത്ര പറയാൻ? ഞാൻ പറയുന്ന കേൾക്ക്. സന്തോഷത്തോടെ ജയന ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് കൊടുക്ക്. എന്നിട്ട് സമാധാനത്തോടെ കുട്ടികൾക്കൊപ്പം ജീവിക്കും. ഒപ്പം ഒരു നല്ല സുഹൃത്തായി ഞാനും ഉണ്ടാവും. അതുപോരെ ജയ? മനസ്സിൽ അവളോടുണ്ടായിരുന്ന സ്നേഹമെല്ലാം കൂടി ഇപ്പൊ അവളോടുള്ള വൈരാഗ്യമായി മാറിക്കൊണ്ടിരിക്കുക. പിന്നെ അവൾ എന്തിനാ എന്റെ ഭാര്യയായിരുന്നു, എന്റെ മക്കളെ പെറ്റത്? അതൊരു നിയോഗം അജയ. നിങ്ങൾക്ക് നല്ല രണ്ടും മക്കളെ പെറ്റു നൽകാനുള്ള നിയോഗം. അത് മാത്രമേ അരുന്ധതിക്ക് ദൈവം നൽകിയിട്ടുള്ളൂ. ഒപ്പം ജീവിക്കാൻ വേറെ ഏതോ ഒരു പെണ്ണിനെ ദൈവം തന്നെ കരുതി വെച്ചിട്ടുണ്ട്. അവള് ജയന്റെ നല്ല സുഹൃത്തായിരിക്കും, ഉറപ്പ്. ഗംഗയെ പോലെ അല്ലേ? യെസ്, ഞാൻ എന്നും ജയന്റെ നല്ല സുഹൃത്തായിരിക്കും. ജയൻ, ഇതുവരെ എനിക്കും ആരുമില്ലെന്ന് വിചാരിച്ചാ ഞാൻ ജീവിച്ചത്. പക്ഷേ ഇപ്പൊ എന്റെ നല്ല സുഹൃത്തായിട്ട് ജയനെ ഞാൻ ചേർത്ത് കഴിഞ്ഞു. ചേച്ചി അവര് വരുന്നുണ്ട് കേട്ടോ. ചേച്ചിയെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അതൊരു നിയോഗം അജയ. നിങ്ങൾക്ക് നല്ല രണ്ടും മക്കളെ പെറ്റു നൽകാനുള്ള നിയോഗം. അത് മാത്രമേ അരുന്ധതിക്ക് ദൈവം നൽകിയിട്ടുള്ളൂ. അരുന്ധതി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിലൊന്ന് ഒപ്പിടണം. എന്താ ഇത്? ഇതുവരെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തോണ്ട് ഞാനൊരു പുതിയ വക്കീലിനെ കണ്ടു. പുതിയ ഡിവോഴ്സ് പെറ്റീഷനായത്. ഇനിയിപ്പോ ഇതേ വഴിയുള്ളൂ. താൻ ഒപ്പിട്ട ഇന്ന് തന്നെ ഇത് ഫയൽ ചെയ്യാന്നാ വക്കീല് പറഞ്ഞത്. ദാ
ഇതിലൊപ്പിട്. എടുത്തോണ്ട് പോടോ. ഡിവോഴ്സ് ഒപ്പിടിപ്പിക്കാൻ വന്നിരിക്കുന്നു. അരുതേ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും നാൾ നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നിന്റെ അവഗണനയും ആട്ടും തുപ്പും ഒക്കെ സഹിച്ചു. പക്ഷെ ഇനിയില്ല. ഈ വീട്ടിൽ താമസിക്കണമെങ്കിൽ നീ ഇതിൽ ഒപ്പിട്ടേ പറ്റൂ. മര്യാദയ്ക്ക് നീ ഇതിൽ ഒപ്പിടുന്ന നല്ലത്. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? കൊല്ലോ? പറയടാ. കൊല്ലാനോ ചതിക്കാനോ ആയിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നോ? പക്ഷെ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു പോയി എന്ന തെറ്റിന് എന്റെ ഉമ്മയും ജിസ്നയെ ശിക്ഷിക്കാൻ ഇനി എനിക്ക് പറ്റില്ല. സംഭവിച്ചതിന്റെ പേരിൽ നിന്റെ കാൽ ചൂട്ടിക്കിടക്കാനൊന്നും ഞാൻ തയ്യാറല്ല. മര്യാദയ്ക്ക് ഈ ഡിവോഴ്സ് ഒപ്പിട്ട് എന്റെ കൂടെ താമസിക്കാനാണെങ്കിൽ നിനക്കിവിടെ ഇടമുണ്ടാവും. ഇല്ലെങ്കിൽ ഈ നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങിക്കോണം. നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോ. നീ എന്നെ ഇവിടെ ഇറക്കി വിടുവല്ലേടാ? നിന്നെ ഞാൻ വേണ്ട. ഇനി മേലിൽ ഒരിക്കൽ കൂടി എന്റെ നേരെ ഈ കൈ ഉയർത്തിയ ദാ ഈ കൈയുടെ ചൂട് നീ അറിയും. എന്താ ചേച്ചി? എന്താ മോളെ? ഉമ്മ, ഇവനെന്നെ. എടാ, നീ എന്താണ് ഇവിടെ ചെയ്തേ? ഞാനും ചെയ്യില്ല ഉമ്മ. ഇറങ്ങിപ്പോടാ. നീ ഓളെ കൊല്ലാനാണോടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇനി മേലിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ നിങ്ങൾ ആരാ നീ നാട്ടുകാരറിയും. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. മോളെ, ഇതെന്താ വീണ്ടും പോലീസ്? നമസ്കാരം ജേഷ്ണ. എന്താ കൃഷ്ണകുമാർ സാറേ? ജേഷ്ണ മോളെയും കൂട്ടി ഒന്ന് സ്റ്റേഷൻ വരെ വരണം. അതെന്തിനാ? ആളെ തിരിച്ചറിയാനാ. അവിടെ വന്ന് അവൻ തന്നെയാ ഉപദ്രവിച്ചതെന്ന് മോളങ്ങ് പറഞ്ഞാൽ മതി. ശരി, ഞാൻ ഉടൻ തന്നെ മോളെ കൊണ്ട് വരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ? ആയിക്കോട്ടെ. ഞാനെന്നാ മോളെ പെട്ടെന്ന് റെഡിയാക്കട്ടെ. ജയ, ഞാനും കൂടി വരാം. മോളെ കൊണ്ട് ജയൻ ഒറ്റയ്ക്ക് പോണ്ട. ശരി, എന്നാ വേഗം റെഡിയാവും. ശരി. ഗംഗ കൂടി വരുന്നത് മോൾക്കൊരു ധൈര്യമാവും. സത്യമാണ് സുഗന്ധി നീ പറയുന്നേ? എന്നിട്ട് എന്റെ മോൾ എവിടെ? മോളും സാറും മുകളിലുണ്ട്. ആ പെണ്ണ് സാറിന്റെ ഒപ്പം പോവാൻ പോകുന്നുണ്ട്. ചേച്ചി, അവര് കൊച്ചുങ്ങളെയും കൊണ്ട് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് വന്ന ചേച്ചിക്ക് ഇവിടെ കയറി പറ്റാം. അപ്പൊ തിരിച്ചു വരുമ്പോ എന്നെ കാണില്ലേ? എങ്ങനെ കാണാനാ? ആ പെണ്ണിനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. ഇനി അഥവാ വന്നാലും പിന്നെയും പോയല്ലേ പറ്റൂ. പിന്നെ സാറും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പുറത്തേക്ക് പോകും. അങ്ങനെ പോയാ പിന്നെ ചേച്ചിക്ക് പിള്ളേരെ സൗകര്യത്തിന് കണ്ടിട്ട് പോവാലോ. അതുവരെ ഞാൻ എവിടെ വിളിക്കും? ഇനി അഥവാ ജയേട്ടനെങ്ങനെ എന്നെ കണ്ടുപിടിച്ചാലോ? അങ്ങനൊന്നും വരത്തില്ലെന്നേ. ചേച്ചി ധൈര്യമായിട്ട് നീ വാ. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ഒരു ഈച്ച പോലും അറിയാതെ ചേച്ചിക്ക് പിള്ളേരെ കണ്ടിട്ട് പോവാനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തു തരാം. ചേച്ചി ധൈര്യമായിട്ട് വാ. പിന്നെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ അധികം നിലവിളിയും നെഞ്ചത്തടിയൊന്നും നടത്താൻ നിൽക്കാതെ വേഗം സ്ഥലം വിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേച്ചിക്ക് ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്യാം. ഞാൻ വരാം സുഗന്ധി. ഇനിയെല്ലാം നിന്റെ കയ്യിലോ. എന്ത് സംഭവിച്ചാലും എനിക്ക് എന്റെ മോളെ ഒന്ന് കണ്ടേ പറ്റൂ. ശരി ചേച്ചി. എന്റെ കുളങ്ങര ഭഗവതി, ഇനി എന്തൊക്കെ നടക്കുമോ എന്തോ. സ്വന്തം കൊച്ചിനെ കാണാനുള്ള ഒരു തള്ളയുടെ ആഗ്രഹമല്ലേ, നീ ചതിക്കല്ലേ ദേവി. ഈ വീട്ടിൽ എന്ത് നടന്നാലും നീ ഇവിടേക്ക് തിരിച്ചു വരരുത്. നിനക്ക് പകരം മറ്റൊരു പെണ്ണ് ജയകൃഷ്ണന്റെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ നീ അവന്റെ മുന്നിൽ ചെല്ലരുത്. നിങ്ങളെ വേണ്ടാത്ത ഈ അമ്മയെ ഇനി മോക്ക് വേണോ? മോള് പറ, ഇവളെ ഇനി നിങ്ങൾക്ക് അമ്മയായിട്ട് വേണോ? വേണ്ട അമ്മച്ച,
ഞങ്ങൾക്ക് ഈ അമ്മ ഇനി വേണ്ട. ചേച്ചി, സുഗന്ധി പറഞ്ഞു തന്നെയാ ശരി. ഇതിനേക്കാൾ നല്ലൊരു സമയം നമുക്കിനി കിട്ടില്ല. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കരച്ചിലോ ബഹളമോ ഒന്നും പാടില്ല. അതുമാത്രമല്ല, ചേച്ചിയെ കാണുമ്പോ മാളു അപ്പൂസും അന്തം വിട്ടു പോയെന്നും വരാം. അവരിത് ജേട്ടനോടോ മറ്റോ പറഞ്ഞ് ബഹളമായ എല്ലാ പദ്ധതിയും പാളും. ജസ്ന, നീയും കൂടി എന്റെ കൂടെ ശങ്കരാലയത്തിലേക്ക് വരൂ. വരാം. പക്ഷേ ചേച്ചി അവിടെ എത്തിച്ചിട്ട് ഞാനിങ്ങ് തിരിച്ചു പോരും. ബാക്കിയെല്ലാം ചേച്ചിയുടെ കയ്യിലാ. ചേച്ചി റെഡിയായിക്കോ. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ചേച്ചി, മോള് റെഡിയായില്ലേ? നമുക്കിറങ്ങാം. ചേച്ചി പേടിച്ചിരിക്കുക അച്ഛാ. മോൾ എന്തിനാ പേടിക്കുന്നത്? അച്ഛനും ഗംഗാന്റെയും അപ്പൂസും മോളുടെ കൂടെ വരുന്നുണ്ട്. ജയൻ, വേണമെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ പോവാതിരിക്കാം. ഈ വീട്ടിൽ വെച്ച് നമ്മുടെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് ടീച്ചർമാരുടെ സാന്നിധ്യത്തിലോ തെളിവെടുപ്പ് നടത്തിയാൽ മതി എന്ന് പറയാം. പക്ഷേ ഇവിടേക്ക് അവനെയും കൊണ്ട് പോലീസുകാർ വന്നാൽ നാട്ടുകാർ കൂടും. സ്കൂളിലാണെങ്കിൽ മറ്റു കുട്ടികളൊക്കെ അറിയുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് ഇത് തന്നെയാണ്. മോളെ, മോളുടെ കൂടെ ആന്റി ഉണ്ട്. ആന്റിയായിട്ടല്ല, മോളുടെ അമ്മയായിട്ട് തന്നെയാ ഞാൻ മോളുടെ കൂടെ വരുന്നത്. മോൾക്ക് ഒരു പേടിയും വേണ്ട. അത് മാത്രമല്ല മോളെ, നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് അച്ഛന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഏത് പ്രതിസന്ധിയിലും എൻ്റെ മോൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം വേണം. ആരെയും ഭയമില്ലെന്ന് മോൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. ആരുടെ മുഖത്ത് നോക്കി സത്യം പറയാനുള്ള ധൈര്യം എൻ്റെ മോൾക്കുണ്ടെന്ന് മോള് തന്നെ തിരിച്ചറിയണം. അവന്റെ മുഖത്ത് നോക്കി തന്നെ മോള് പറയണം, നീ ആടാ എന്നെ ഉപദ്രവിച്ചെന്ന്. ഞാനുണ്ട് മോളുടെ കൂടെ. ആരും മോളെ ഒന്നും ചെയ്യില്ല. ഇനിയും മോൾക്ക് പേടിയുണ്ടോ? മോളെ, മോൾ ഇവിടെ പേടിച്ചു പോയാ ഇനി അങ്ങോട്ട് എല്ലായിടത്തും പേടിക്കേണ്ടി വരും. പക്ഷേ മോൾ ഇവിടെ ധൈര്യം കാണിച്ച പിന്നെ ഒരാൾക്കും മോളെ ഭയപ്പെടുത്താൻ കഴിയില്ല. മോള് ധൈര്യമായിട്ടിരിക്കും. ആന്റിതാ മോളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചോളാം. പോരെ, ഇത് മോൾക്ക് ധൈര്യത്തിനാ കേട്ടോ. ഇപ്പൊ ധൈര്യം വന്നില്ലേ? ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഔട്ടിങ്ങിനും ഐസ്ക്രീം കഴിക്കാനും ഒക്കെ പോവാൻ. സത്യത്തിൽ ഇന്നത്തെ ദിവസം ഗംഗ ഇവിടെ എത്തിച്ചത് ദൈവം തന്നെ. ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവാൻ ഞാനൊന്നും മടിച്ചേനെ. അതൊക്കെ ശരിയാവും. വാ, നമുക്ക് പോയിട്ട് വരാം. എനിക്ക് വാ. ഭഗവാനെ, ഇവര് തമ്മിൽ കല്യാണം കഴിച്ചു. ഇവരിതിപ്പോ എങ്ങോട്ടായിരിക്കും? എടാ ജയേഷ, നിങ്ങളിത് എങ്ങോട്ടാ? വണ്ടി എടുക്കല്ലേ, ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ. എടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എടി വേണേ, നീ ഇവനെ കൊച്ചുങ്ങളെ കൊണ്ട് എങ്ങോട്ട് പോവാ? എടി പെണ്ണേ, അവരെല്ലാം കൂടി എവിടെ പോയതാ? അവര് കുട്ടികളെയും കൊണ്ടൊരു ടൂറ് പോയതാ അമ്മാവ. ഊട്ടിയിലോട്ടാന്നാ തോന്നുന്നേ. ഇപ്പൊ അവിടെ നല്ല കാലാവസ്ഥയല്ലേ? ഊട്ടിയിലോ? എടി, അവളെയും കൊണ്ട് ഊട്ടിയിലൊക്കെ പോവാൻ അവളും അവനും തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ ബന്ധമുണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ പോയിട്ട് വരുമ്പോഴേക്കും അവര് തമ്മിൽ ബന്ധം കാണും, അതെനിക്ക് ഉറപ്പാ. അല്ലടി പെണ്ണേ, അവൾ ഏതാ, എന്താ, വീടേതാ, കുടിയേതാ എന്നൊക്കെ അറിയാതെ അങ്ങനെ അങ്ങ് ബന്ധം കൂടാൻ പറ്റും? അല്ല, അതിനിപ്പോ ഞങ്ങളും കൂടി സമ്മതിക്കണ്ടായോ? അമ്മാവൻ എന്തുവാ ഈ പറയുന്നേ? ഒരാമ്പറന്നവനും പെമ്പറന്നവരും കൂടി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാ പിന്നെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി റെഡിയായോ? പക്ഷേ ഇതെടുത്തിട്ടതിന് ഉമ്മേനി വഴക്ക് പറയൂ. അതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. നമ്മൾ എന്തിനാ പോണേന്ന് പടച്ചോന് നല്ലോണം അറിയാം. ഓൻ ഇതങ്ങ് പൊറത്തു തരും. പിന്നെ അത്രയ്ക്ക് കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ കണ്ണൊന്ന് അടച്ച് മനസ്സിൽ എന്റെ പടച്ചോനെ, നീ എന്നോട് ക്ഷമിച്ചേക്കണേ, ഞാൻ എന്റെ മോളെ കാണാൻ പോവാണേ എന്നങ്ങ് പറഞ്ഞാ മതി. ഇങ്ങക്ക് ഒരു കുഴപ്പവും വരൂല. പോരെ? നീ
എന്റെ ആകെയുള്ള ധൈര്യം. ആ പെണ്ണ് പോയിട്ടില്ലെന്നല്ലേ സുഗന്ധി പറഞ്ഞത്? അതെ, അവിടെ ഞാൻ ചെല്ലുമ്പോഴേക്ക് അവള് പോവല്ലേന്നാ എന്റെ പ്രാർത്ഥന. അപ്പൊ ചേച്ചി മോളെ കാണാൻ മാത്രമല്ല പോകുന്നതല്ലേ? പറ ചേച്ചി, എന്താ ചേച്ചിയുടെ ഉദ്ദേശം? മോളെ മാത്രമല്ല, എനിക്ക് അവളെയും കാണണം. അവൾ ആരാണെന്ന് എനിക്കറിയണം. ജയേട്ടനോട് അവൾക്കുള്ളത് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണോ എന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഒരു പെണ്ണിന് മാത്രമേ മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ കഴിയൂ. അവളുടെ ജയേട്ടനോടുള്ള പെരുമാറ്റം എനിക്ക് അടുത്ത് നിന്ന് കാണണം. അവളുടെ നോട്ടത്തിൽ, സംസാരത്തിൽ, ശരീരചലനത്തിൽ എല്ലാം എനിക്കത് തിരിച്ചറിയാൻ പറ്റും. അവൾക്ക് ജയേട്ടനോടുള്ളത് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അവരൊരുമിച്ച് ജീവിച്ചോട്ടെ. പക്ഷേ എനിക്കത് ബോധ്യം വരണം. എന്നാലേ ഞാൻ സമ്മതിക്കും. അതിന് ചേച്ചിയുടെ സമ്മതം ആർക്ക് വേണം? ഇനി അവള് ജയേട്ടന് ചേർന്ന പെണ്ണല്ലെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ജയേട്ടൻ അവളെ കെട്ടാൻ തീരുമാനിച്ച ചേച്ചി ആരോട് പറയും? ചേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ചിന്ത അങ്ങ് ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത്. എന്റെ ഉള്ളിലെ തീയുടെ ചൂട് നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ജസ്ന. എനിക്കത് കഴിയും. ഏറ്റവും നല്ലത് മാത്രമേ എന്റെ ജയേട്ടന് ഞാൻ നൽകൂ. വേണ്ടി വന്ന അവളോട് ഞാൻ നേരിട്ട് സംസാരിക്കും. എന്റെ ചേച്ചി ഇത് എന്തോന്നിനുള്ള പുറപ്പാടാ? തൽക്കാലം ഈ പറഞ്ഞതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. മോളുടെ കാര്യം മാത്രം ചിന്തിച്ചാ മതി. അവളെ കാണണം, ആശ്വസിപ്പിക്കണം, എന്നിട്ട് ആരും അറിയാതെ തിരിച്ചു പോരണം. അതല്ലെങ്കിൽ ഇതുവരെ ഉള്ളതെല്ലാം മറന്ന് ശങ്കരാലയത്തിൽ തന്നെ നിൽക്കാൻ തീരുമാനിക്കുക. ചിലപ്പോ ചേട്ടൻ പൊട്ടിത്തെറിക്കും, ബഹളം ഉണ്ടാക്കും. ചേച്ചിയുടെ അമ്മയും അച്ഛനും അഭിയേച്ചിയും എല്ലാരും ചേച്ചിക്കെതിരെ യുദ്ധത്തിന് വരും. പക്ഷേ ആ മക്കൾക്ക് വേണ്ടി ചേച്ചി അവിടെ നിൽക്കാൻ തീരുമാനിച്ച മറ്റാർക്ക് ചേച്ചിയെ തടയാനാവില്ല. നീ എന്തൊക്കെയാ പറയുന്ന? ഞാൻ പറഞ്ഞതും എനിക്ക് നീ സത്യം ചെയ്തു തന്നതും ഒക്കെ നീ മറന്നു. എന്റെ ജയേട്ടന്റെ ജീവിതത്തിൽ ഇനി ഞാനില്ല. അതിനുള്ള യോഗ്യത എനിക്കില്ലെന്ന് നിനക്കറിയില്ലേ ജസ്ന? പക്ഷെ ജയേട്ടൻ ജീവിതത്തിൽ ഒറ്റപ്പെടാൻ പാടില്ല. ജയേട്ടനെ സ്നേഹിക്കാൻ ഒരാള് വേണം. ഇപ്പൊ ജയേട്ടന്റെ കൂടെയുള്ള പെണ്ണ് നല്ലവളാണെങ്കിൽ ആ വിവാഹം നടത്താൻ ഞാൻ എന്തും ചെയ്യും. അഭിചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചേച്ചി മറന്നോ? അഭിചേച്ചിയുടെ മനസ്സിലൊന്നും ഇല്ലാതെയാണോ അങ്ങനെ പറഞ്ഞത്? അതൊരിക്കലും നടക്കില്ല. എനിക്കറിയാം അവളുടെ ആഗ്രഹം എങ്ങനെയാ അവസാനിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ഒട്ടും ആശങ്കയില്ല. നമുക്കിറങ്ങാം. ഓട്ടോ വന്നു തോന്നുന്നു. നിക്ക്, ഇത് ചേച്ചി കയ്യില് വെച്ചോ. ജിസ്ന, ഇതെന്താടി രണ്ടാളും ഈ വേഷത്തില്? എന്തിനുള്ള പുറപ്പാടാ ഇത്? ഈ വേഷം നിനക്കൊന്നും കുഞ്ഞു കളിക്കാനുള്ളതല്ല. ഉമ്മ, ഞങ്ങളിപ്പോ ഒരു സ്ഥലത്ത് വരെ പോവുക. എന്തിനാ ഇതിനാന്നൊക്കെ ഞാൻ തിരിച്ചു വന്നിട്ട് ഉമ്മയോട് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്. ഈ വസ്ത്രം ഇപ്പൊ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ശരീരത്തിലല്ല മനസ്സിലാണെന്ന് പഠിച്ചവന് നല്ലോണം അറിയാം. വാ ചേച്ചി. ജസ്ന, എന്റെ വീട്. ഇതാരെ ഈ പറതയിട്ട പെണ്ണുങ്ങള്? വഴിതെറ്റി വന്നതാന്നാ തോന്നുന്നേ. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. ആർക്ക് സംശയം തോന്നരുത്. ദേ, ആ അമ്മാവനകത്ത് നിപ്പുണ്ട്. ചേച്ചി ഒന്നും സംസാരിക്കേ വേണ്ട, ഞാനൊക്കെ പറഞ്ഞോളാം. വാ. ആരാ? എവിടുന്ന് വരുവാ? ഞങ്ങൾ കുറച്ച് ദൂരേന്ന് വരുവാ. സുഗന്ധി ഒന്ന് കാണാൻ വന്നതാ. ആ ജോലിക്കാരിയെയോ? അത് കൊള്ളാം. ശിവ ശിവ, ജോലിക്കാരിയെ കാണാനും വിരുന്നുകാരോ? അല്ല, ഈ ദൂരെ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന് പേരില്ലേ? കോഴിക്കോട് എന്ന് പറയും, കരുനാഗപ്പള്ളിക്ക് അടുത്താ. ഇതെന്താ ഒരാൾ മാത്രം സംസാരിക്കുന്നേ? ഈ സ്ത്രീ എന്താ മിണ്ടില്ലേ? ഇവര് മിണ്ടില്ല അമ്മാവ, ഊമയാ. ആണോ? കഷ്ടം. പേരെന്തുവാ? ഓ, സംസാരിക്കാൻ പറ്റിയല്ലോ. എന്റെ കുളം
കുളങ്ങര ഭഗവതി കുഴപ്പമായോ? ഈ കിളവൻ ഇതുവരെ പോയില്ലായിരുന്നു. അല്ല കൊച്ചേ, ഈ കരുനാഗപ്പള്ളി കോഴിക്കോടുണ്ടോ? ഉണ്ടമ്മാവ, അറിയത്തില്ലേ? റസിയാത്ത, സുൽഫി മോളെ, നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഞാനേ അപ്പുറത്തെ ഒരു ജോലിയിലായിരുന്നു. അല്ല കൊച്ചേ, നിങ്ങൾ എന്തിനാ ഇവിടെ കാണാൻ വന്നത്? അങ്ങനെ ഒരു ജോലിക്കാരിയെ കാണാൻ ആരും വെറുതെ വരത്തില്ല. അതെ അമ്മാവ, അത് പിന്നെ ഈ റസിയാത്തക്ക് എന്നോട് ഭയങ്കര സ്നേഹമാ. ഇപ്പതേ ഈ സുൽഫി മോളുടെ നിക്കാഹ് ഉറപ്പിക്കല അടുത്ത ആഴ്ച. അതിനെന്നെ വിളിക്കാൻ വന്നാ രണ്ടാളും. അല്ല, അമ്മാവൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലായിരുന്നു? ഓ, ഇനിയിപ്പൊ ഇവര് പോയി കഴിഞ്ഞങ്ങ് പോകാം. അയ്യോ, ഇവര് വൈകിട്ടേ പോകൂ. പിന്നെ അമ്മാവൻ ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ. എന്താ? വാ, നീ മടിക്കാതെ വാ അമ്മാവാ, വാ. അതെ, ഞങ്ങൾ 3 പെണ്ണുങ്ങൾ മാത്രം ഉള്ളപ്പം അമ്മാവനെപ്പോലൊരു പുരുഷൻ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് ശരിയാണോ? നാട്ടുകാർ കണ്ടാ വല്ലോം പറയും. വയസ്സിത്തിരി ഉണ്ടെങ്കിലും അമ്മാവൻ സുന്ദരനും സുമുഖനും നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഒരു കിടിലൻ ചെറുപ്പക്കാരനല്ലേ. അതുകൊണ്ട് അമ്മാവൻ പോയിട്ട് പിന്നെ വാ. ദേ, ഇവരാരെങ്കിലും ഒന്ന് നിലവിളിച്ചാ എല്ലാം പോയില്ലേ അമ്മാവാ? ഉള്ളതാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. പിള്ളേരെ, കല്യാണം വിളിക്കുമ്പോ എന്നെ കൂടെ വിളിക്കണം. ഒരു മുസ്ലിം കല്യാണം കൂടിയിട്ട് ഒത്തിരി നാളായി. അമ്മാവനെ തീർച്ചയായിട്ടും വിളിക്കും. സുഗന്ധി അമ്മാവനും കൂടെ തലേ ദിവസം തന്നെ അങ്ങ് വരണം. ഇവളുടെ കൂടെയോ? ഭഗവാനെ, എന്നെ കല്യാണത്തിന് വിളിക്കുകയോ വേണ്ട, ഞാൻ പോവാ. അപ്പൊ ശരി. ഓ, രക്ഷപ്പെട്ടു. ചേച്ചി, ജിസ്ന, രണ്ടാളും വാ. ഇനി ഇവിടെ നിൽക്കണ്ട. വാ വാ. എന്നോട് ക്ഷമിക്കണേ അമ്മേ.